ഹലോ, ഷോപ്പിങ്ങിന് കൊണ്ടുപോകാന്ന് പറഞ്ഞതിൻ്റെ തെളിച്ചാണേ മുഖത്ത് ഈ കാണുന്ന സന്തോഷം. കൊച്ചിയിലെ ഓണക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഷോപ്പിംഗ് ഫെസ്റ്റുകളൊക്കെ നടക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്നത് മറൈൻ ഡ്രൈവിലെ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിനാണ്. പതിവ് പോലെ തന്നെ ഈ ഷോപ്പിംഗ് ഫെസ്റ്റിന് വന്നതിൻ്റെ ഉദ്ദേശം സാധനം മേടിക്കലല്ല, കാണലാണ്. വണ്ടി പാർക്ക് ചെയ്ത് വന്നതിന് ശേഷം കണ്ടത് ഈ ആദായ കടയാ. ഏതെടുത്താലും 30 എന്ന ബോർഡിലെ ഈ കടയിൽ കയറി വെക്കുമ്പോൾ ഒത്തിരി അച്ചാരം പുച്ചാരം സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ അച്ചാരം പുച്ചാരം എന്ന് പറഞ്ഞാൽ പലവിധ സാധനങ്ങൾ. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പോയത് നേരെ ഫെസ്റ്റിൻ്റെ മെയിൻ ഏരിയയിലേക്കാണ്. ഇഷ്ടം പോലെ ടോപ്സ് ഉണ്ട്. വെറൈറ്റി ടൈപ്പ് ടോപ്സ് തന്നെയാണുള്ളത്. ഷർട്ടുകളുണ്ട്, കൊറിയൻ ടോപ്സ് ഉണ്ട്, ലോങ് ടോപ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി കളക്ഷൻ അവിടെ ഉണ്ട്. പ്രൈസ് ആണെങ്കിലും അത്യാവശ്യം നല്ല അഫോർഡബിൾ ആണ്. ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശമുള്ളവർ എന്തായാലും കൺഫ്യൂഷൻ ആവുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അത്രയും കളക്ഷനാണ് ഇവിടെ ഉള്ളത്, അതും നല്ല ഓഫർ പ്രൈസിൽ. വാങ്ങിക്കാൻ വേണ്ടി ഞാനും 2-3 നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ലേഡീസിന് മാത്രമല്ല ജെൻസിന് പറ്റിയ കളക്ഷൻസും ഇവിടെ ഉണ്ട്. പിന്നെ ഈ കാണുന്ന സ്ലീവ്ലെസ് ലോങ് ടോപ്പ് എൻ്റെ മോനെ രക്ഷയില്ല. അടിപൊളി കോട്ടൺ ഫാബ്രിക് ആണ് ഇതിൻ്റെത്. നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പല കളറിൽ പല വെറൈറ്റി പാറ്റേൺസിൽ ഇവിടെ ഉണ്ട്. ഇനി ബോട്ടൺ വെയേഴ്സിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെയാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. കോട്ടൻ്റെ ചുരിദാർ സെറ്റും സാരീസും ഒക്കെയുള്ള ഒരു എക്സ്ക്ലൂസീവ് ഒരു സ്റ്റോൾ തന്നെ അവിടെ ഉണ്ടായിരുന്നേ. ഇത്തരത്തിലുള്ള നിരവധി സ്റ്റോളുകളുണ്ട്, ഒന്ന് മാത്രമല്ല. പിന്നെ സാരീസും ഓണം വരുന്നതായതുകൊണ്ട് കേരള സാരീസിൻ്റെ ഒക്കെ ഒരു വലിയ കളക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ജെൻസിൻ്റെ കളക്ഷൻ, ഷർട്ട് ആയിക്കോട്ടെ, ടീഷർട്ട് ആയിക്കോട്ടെ, പാൻറ് ആയിക്കോട്ടെ, ട്രാക്ക് സ്യൂട്ട് ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാവിധ കളക്ഷൻസും അവിടെ ഉണ്ടായിരുന്നേ. ഇത്ര നേരം നമ്മൾ ഡ്രസ്സുകൾ മാത്രമല്ലേ കണ്ടത്. അവിടെ ഡ്രസ്സുകൾ മാത്രമല്ല, നല്ല നല്ല ബാഗുകളും അതുപോലെ തന്നെ പേഴ്സുകളും ഒക്കെ ഉണ്ടായിരുന്നേ. ഞാൻ പോയത് വൈകുന്നേരം ആയതുകൊണ്ട് അവിടെയൊക്കെ നല്ല റഷും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയൊന്നും ശരിക്കൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ ചെരുപ്പുകളൊക്കെ എത്ര വെറൈറ്റി കളക്ഷൻസ് ആണെന്നറിയോ ഇവിടെ ഉള്ളത്. അടിപൊളി നല്ല ചപ്പൽസുകളാണ് തന്നെ ഉണ്ടായിരുന്നത്. പിന്നെ ചപ്പൽസിന് വേണ്ടിയും പ്രത്യേക സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുക്കളയിലേക്ക് വേണ്ട കുറേ സാധനങ്ങളൊക്കെ കിട്ടുന്ന കട ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നേ. നമ്മൾ തുടക്കത്തിൽ കണ്ട ആദായ കടയിലുള്ളത് പോലത്തെ സാധനങ്ങളായിരുന്നേ കൂടുതൽ ഇവിടെയും കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഉള്ളിലുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള കുറേ പേഴ്സുകൾ. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു പ്രായം കഴിഞ്ഞുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും ഞാൻ അധികം അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ നല്ല അടിപൊളി കമ്മലുകളും മാലയൊക്കെ കിട്ടുന്ന കട ഉണ്ടായിരുന്നേ. അതും നല്ല ജിമിക്കി കമ്മലുകളും സ്റ്റഡും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള കുറേ പീസസ് ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ പോയത് ഈ അച്ചാറുകളൊക്കെ വെക്കുന്ന സ്ഥലത്തേക്കാണ്. എൻ്റെ അമ്മു, ഇവിടെ എത്തിയപ്പോൾ എന്തൊരു സ്മെല്ലായിരുന്നോ. സ്മെല്ലുകൊണ്ട് ശരിക്കും വായിൽ വെള്ളം വന്നു. പിന്നെ ആവശ്യത്തിന് അച്ചാർ വീട്ടിലുള്ളതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചില്ല. വെറുതെ വാങ്ങിച്ചു കൂട്ടിയിട്ടും കാര്യമില്ലല്ലോ. അതുകൊണ്ട് അധിക നേരം അവിടെ നിൽക്കാണ്ട് നേരെ നടന്നത് ഈ വാച്ചിന്റെ കടയിലേക്കാണ്. കാണാൻ നല്ല ലുക്കുള്ള എന്നാൽ റേറ്റ് കുറവായിട്ടുള്ള അധികം ക്വാളിറ്റി ഒന്നും വേണ്ട എന്നുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ. പിന്നെ അതിൻ്റെ ഉള്ളിലെ ബാക്കി സ്റ്റാളുകളിൽ കൂടി ഒന്ന് കണ്ണോടിച്ച ശേഷം ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. സമയം അപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.